കേരള PSC നടത്തിയ ഡ്രൈവർ, സെക്യൂരിറ്റി ഗാർഡ്, ഫോറസ്റ്റ് ഡ്രൈവർ എന്നിവയിലേക്ക് കേരള PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 26 ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 26 എക്സാം നടന്നത്. ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 107/2025. 1. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബി ആണ്, വാഗ്ഭടാനന്ദൻ. 2. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി, ജോസഫ് മുണ്ടശ്ശേരി. 3. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ്? ഉത്തരം എ ആണ്, കുച്ചിപ്പുടി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. 4. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ഉത്തരം ബി ആണ്, ജി ശങ്കരക്കുറുപ്പ്. 5. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? ഉത്തരം ഡി, CP രാമസ്വാമി അയ്യർ. 6. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി, സർദാർ KM പണിക്കർ. 7. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം സി, രാജാറാം മോഹൻ റോയ്. 8. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം എ, ശ്രീ ചിത്തിര തിരുനാൾ. 9. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആര്? ഉത്തരം ബി, കഴ്സൺ പ്രഭു. 10. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ബി, മന്നത്ത് പത്മനാഭൻ. 11. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ, ജവഹർലാൽ നെഹ്റു. 12. ഇന്ത്യയുടെ വന്ദേവയോധകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ദേവയോധകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി ആണ്, ദാദാഭായ് നവറോജി. 13. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം ബി, ഗുജറാത്തി. 14. ഗാന്ധിജിയെ രാഷ്ട്രീയ പിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയെ രാഷ്ട്രീയ പിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഉത്തരം ബി, സുഭാഷ് ചന്ദ്രബോസ്. 15. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏത്? ഉത്തരം ഡി, മിനുക്ക്. 16. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതിപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതിപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? ഉത്തരം എ ആണ്, 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 17. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, നയവാദർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്ന നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നതാണ്. ഉത്തരം സി ആണ്, ഏകീകൃത സിവിൽ കോഡ്. 18. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി ആണ്, പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും
പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. 19 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏതു അവകാശത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഉത്തരം C ആണ്, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടന ഏതു അവകാശത്തെയാണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 14 to 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 to 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ എത്രയാണ്? 25 to 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഏതാണ്? 32 to 35 വരെയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22 വരെയാണ്. അപ്പം സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിളാണ് 14 to 18 വരെ. ആർട്ടിക്കിൾ 14 to 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28 വരെ. ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 to 35 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22 വരെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇനി 20 ഭരണഘടനയിലെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A ഉറപ്പുവരുത്തുന്നത് ഏത് അവകാശത്തെയാണ്? ഉത്തരം D ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസ വ്യവസ്ഥ ചെയ്യണം. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്താണ്? സൗജന്യവും 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 21A. 21ാമത്തെ ക്വസ്റ്റ്യന് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് 22ാമത്തത് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ഉത്തരം C ആണ്, മഹാത്മാഗാന്ധി. 23ാമത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം C ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. 24ാമത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവച്ച സാമ്പത്തിക വിദഗ്ധൻ ആര്? ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആര്? ഉത്തരം D ആണ്, KN രാജ്. 25ാമത്തത് അട്ടർലി ബിറ്റർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചരിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു. 25 C ആണ്, അമൂലിൻ്റെ പരസ്യമാണ് കേട്ടോ. 26ാമത്തത് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. 27 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. 28 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. 29 അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. 30 പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഉത്തരം D ആണ്, കറുത്ത മണ്ണ്. 31 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം C ആണ്, പെരിയാർ. 32 സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം D സൈലന്റ് വാലി. 33 നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം A പുന്നമട കായൽ.
34 രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ബി വയനാട്. 35 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം സി ആണ്, പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഡി ആണ്, ആനമുടി. 37 കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബി, കഞ്ചിക്കോട്. 38 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ബി, ഇടുക്കി. ആദ്യം പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ് കേട്ടോ. 39 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ബി, എറണാകുളം. 40 കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ബി, പുനലൂർ. 41 സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഒ രക്തഗ്രൂപ്പാണ്. 42 ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏത്? ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏത്? ഉത്തരം ഡി, ഡയഫ്രം. 43 താഴെ തന്നിട്ടുള്ള ജോഡികൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അതായത് വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം ബി ആണ്, ജീവകം ബിയും സിയും. 44 താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഡി ആണ്, ടൈഫോയിഡ്. 45 താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ബി ആണ്, 1ഉം 2ഉം ആണ് ശരിയായത്. 1 അയോഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്. 46 മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഉത്തരം അനോഫിലിസ്. 47 രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഹോർമോൺ കുറയ്ക്കുന്ന തോത് ഏതാണ്? ഉത്തരം ബി ആണ്, ഇൻസുലിൻ. 48 കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം സി, മൃതസഞ്ജീവനി. 49 കൊഴുപ്പ് അടങ്ങിയ ധമനികളുടെ വ്യാസം കുറയത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. കൊഴുപ്പ് അടങ്ങിയ ധമനികളുടെ വ്യാസം കുറയത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഉത്തരം എ, അമിത രക്തസമ്മർദ്ദം. 50 കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി, കുഷ്ഠരോഗം. അപ്പോൾ നമ്മളിവിടെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് അളിഞ്ഞ് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ്, LGS എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു.